ഇന്ന് ഞാനിവിടെ ഒരു ഉള്ളി ബജിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആവും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. 3 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില 1 തണ്ട് ചെറുതാക്കി മുറിച്ചത്. പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഒരു പിഞ്ച് മതി. ഉപ്പ് ആവശ്യത്തിനിടുക. കടലമാവിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിടുക. പിന്നെ മുളക് പൊടി 1.5 സ്പൂണോ 2 സ്പൂണോ എടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ മുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. പിള്ളേരുള്ള കാരണം കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 നുള്ള് വേണം. ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് 1 നുള്ള്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ബേക്കിംഗ് സോഡ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കായപ്പൊടി നിർബന്ധമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ കടലപ്പൊടി ചേർത്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് മാത്രം വെള്ളം ചേർത്താൽ മതി. ഈ സവാളയിൽ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും, അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് മാത്രം വെള്ളം ചേർക്കുക. വെള്ളം 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് കോരി ഒഴിക്കരുത്, കുറേശ്ശെ ചേർത്ത് നോക്കുക. എന്നിട്ട് മാവ് പാകമാകുമ്പോൾ നമുക്ക് നിർത്താം. ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്നും കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ കുഴച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അത് ആ സ്പൂൺ കൊണ്ട് കുറേശ്ശെ ഇതുപോലെ കോരിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വേണം ഈ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വേഗം വെളിച്ചെണ്ണ കുടിക്കും. അങ്ങനെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, വെളിച്ചെണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. ടിഷ്യൂലാണ് ഞാൻ ഇട്ടത്, അതിലൊന്നും വെളിച്ചെണ്ണ ആയിട്ടില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇട്ടാൽ ഇതുപോലെ എണ്ണ ഒന്നും കുടിക്കൂല. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, പുറത്ത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.